2 ബസ്സുകൾ. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലൂടെ കോലാഹലമുയർത്തി പോയ വർഷം കടന്നുപോയ 2 ബസ്സുകൾ. നവകേരള ബസ്സും റോബിൻ ബസ്സും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മന്ത്രിസഭ ഒന്നടങ്കം ബസ്സുമായി റോഡിലിറങ്ങിയത്. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുക, കേന്ദ്ര അവഗണന നേരിട്ട് ജനങ്ങളോട് പറയുക, ഒപ്പം ജനങ്ങളുടെ പരാതി പരിഹാരവും പൗരപ്രമുഖരുമായുള്ള പ്രഭാത വിരുന്നുകളും. സർക്കാർ സംവിധാനങ്ങൾ ആകെ നവകേരള ബസ്സിനായി അണിനിരന്നു, ഒപ്പം CPM അണികളും. പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും ബസ്സിനെ ആഡംബരമായാണ് കണ്ടത്. എതിർപ്പും ട്രോളുകളും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു. പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തു. ബസ് കല്യാശ്ശേരിയിലെത്തിയപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം കരിങ്കൊടി രൂപത്തിൽ. എന്നാൽ പ്രതിഷേധക്കാരെ DYFIക്കാർ തല്ലി ഒതുക്കിയതോടെ യാത്രയുടെ രൂപവും ഭാവവും മാറി. തല്ലുകാർക്ക് മുഖ്യമന്ത്രി പുതിയ പേരും നൽകി. എന്താണ് നടക്കുന്നത്? ഒരാളിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കരിങ്കൊടിയോട് കരിങ്കൊടി, തിരിച്ച് അടിയോട് അടി. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സമരത്തെ ഭരണ പാർട്ടിക്കാർ തന്നെ ഇത്ര ക്രൂരമായി, ഇത്രയും തുടർച്ചയായി തല്ലിച്ചതച്ചത്. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തല്ലാനെത്തുന്ന ഗുണ്ടകൾക്ക് യൂണിഫോമും ഉണ്ടായി. കാക്കി പാൻറ്റും വെള്ള ടീഷർട്ടും. ആലപ്പുഴ എത്തിയപ്പോൾ തല്ലി ഒതുക്കാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇറങ്ങി. വശം കെട്ട പ്രതിപക്ഷ യുവജന സംഘടനകൾ തിരിച്ചടിച്ചതോടെ കൊല്ലം മുതൽ ജീവൻ രക്ഷാ പ്രവർത്തകരും തല്ലിന്റെ വേദനയറിഞ്ഞു. അങ്ങനെ ആകെ 134 ഇടത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നവകേരള ബസിന്റെ യാത്ര അവസാനിച്ചു. ബസ് യാത്ര മുന്നോട്ട് വെച്ച് രാഷ്ട്രീയത്തിനപ്പുറം കരിങ്കൊടിയും തിരിച്ചടിയും എതിർപ്പുമാണ് വാർത്തകളിൽ നിറഞ്ഞതെന്ന് മാത്രം. ഇനി മറ്റൊരു ബസ്സിന്റെ കഥ പറയാം. റോബിൻ ബസ്. ദേശീയ പെർമിറ്റിന്റെ പിൻബലത്തിൽ സാധാരണ ബസ് പോലെ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ്. എന്ന് വെച്ചാൽ വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റി ഇറക്കിയാണ് പോക്ക്. അടിമുടി അനധികൃതം. പക്ഷേ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കോടതികളിൽ നിന്ന് പലതവണ അനുകൂല വിധികൾ നേടി. ഇതോടെ സർക്കാരും വാശിയിലായി. പാതിരാത്രിയിൽ പോലും തടഞ്ഞു നിർത്തി പരിശോധന, പിഴ, പിടിച്ചെടുക്കൽ. പക്ഷേ പിന്നെയും ബസ് നിരത്തിലിറങ്ങും. പൊതുജനം പക്ഷേ റോബിൻ ബസ്സിന് കൈയടിച്ചു. മുക്കിന് ഉദ്യോഗസ്ഥരുടെ പിഴ മാത്രമല്ല, ചില നാട്ടുകാരുടെ സ്വീകരണവും ഏറ്റുവാങ്ങിയായിരുന്നു ബസ്സിന്റെ യാത്ര. എന്തുകൊണ്ടായിരിക്കും റോബിൻ ബസ്സിന് ഇത്ര ഫാൻസ്? സർക്കാരിനോട് പോരടിക്കുന്ന ആർക്കും ജനം കൈയടിക്കും എന്നതാണ് സ്ഥിതി. അങ്ങനെയെങ്കിൽ പേടിക്കണം, ജനമല്ല സർക്കാർ. അത്രയേറെ ജനവിരോധം ഉറഞ്ഞുകൂടുന്നു എന്നാണ് അർത്ഥം. നവകേരള യാത്രയുടെ വിലയിരുത്തലിന് സർക്കാരും പാർട്ടിയും ഇരിക്കുമ്പോൾ റോബിൻ ബസ്സിന്റെ യാത്ര കൂടി മനസ്സിൽ വേണം.